തരികട സാബു എന്നുള്ള റേറ്റിലും എൻ്റെ അല്ല. ബിഗ് ബോസ് സാബു എന്ന് പറയുന്ന സാധനം എന്നെ ആരും വിളിക്കാറില്ല. ഈ രണ്ട് സാധനം എന്നെ വിളിക്കാറില്ല ആരും. ഐ എം ജസ്റ്റ് സാബു. അല്ല ഞാൻ ഈ പറയുന്ന പോലെ മക്കളെ ജനിക്കുന്നതിന് മുമ്പേ ഈ ഇൻഡസ്ട്രിക്കകത്ത് വന്ന ഒരാളാണ്. റിച്ച് സാബു എന്ന് എന്നെ എന്തിനു വിളിക്കണം? ഞാൻ റിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സൗഹൃദങ്ങൾ കൊണ്ട് ഭയങ്കര റിച്ചാണ്. അപ്പൊ നമുക്ക് എത്രത്തോളം റിച്ച് ആണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സെഗ്മെന്റും ആയിട്ടാണ് വന്നത്. അതായത് സാബു ചേട്ടന്റെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ലൈഫ്, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ടും ആയിട്ടാണ് വന്നത്. ഒരു ചെറിയ സെഗ്മെന്റ് ആണ്. നമുക്ക് ആ സെഗ്മെന്റിലേക്ക് ഒന്ന് പോയാലോ? അതായത് സാബു ചേട്ടന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയ ഗിഫ്റ്റ്. ഒന്നാമത് ഗിഫ്റ്റിന്റെ വാല്യൂ വെച്ചിട്ടല്ല ഗിഫ്റ്റിനെ ജഡ്ജ് ചെയ്യേണ്ടത്. എൻ്റെ അമ്മ എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഉണ്ടാക്കുന്ന പായസത്തിന്റെ ഒരു സ്പൂണാണ് ഏറ്റവും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്. എൻ്റെ അമ്മ പോയതിനു ശേഷം ആ പായസം ആരും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലേ, മനസ്സിലായി? അപ്പൊ അതാണ് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള സാധനം. അടുത്തത് ഏറ്റവും എക്സ്പെൻസീവ് ആയ ഷൂസ് ഏതാണ്? LV, അർമാനി, അങ്ങനെയുള്ള കുറെ ഷൂസ് കുറെ ഉണ്ട്. പോയിട്ടുള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യാത്ര? എന്റെ എല്ലാ യാത്രകളും ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഏതായിരിക്കും ഒന്ന് എടുത്തു പറയാനാണെങ്കിൽ? എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു ജേർണി ഇപ്പൊ പ്ലാൻ ചെയ്ത് പോകുമല്ലോ? പ്ലാൻ ചെയ്ത് പോവാറില്ലേ? അപ്പൊ നിക്കുമ്പോ ഒറ്റ പോക്കാണ്, നിന്ന നിപ്പില് പോവാണ്. അപ്പൊ അങ്ങനെ പോയതില് ഏറ്റവും കൂടുതൽ പൈസ ചെലവായി പോയത്, ഏറ്റവും കൂടുതൽ പൈസ ചെലവായി പോയത് ദുബായിലാണ്. ദുബായി പോയപ്പോഴാണ്? റീസെന്റ് ആയിട്ട് പോയതാണോ അതോ? ഇല്ല, ഓൾമോസ്റ്റ് ദുബായി പോകുമ്പോഴെല്ലാം ഒരുപാട് പൈസ ചെലവ് വരും. എന്തിനൊക്കെ ആയിരിക്കും ചെലവാക്കുന്നത്? ഷോപ്പിംഗ് ആണോ അതോ സ്റ്റേക്ക് ആണോ? ഇല്ല, മറ്റേ ഈ പിന്നെ ഡിസ്കോ സാധനം അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് മറ്റേ ഓരോ ക്ലബുകളുണ്ട്. ആ ക്ലബിലൊക്കെ ചെല്ലുമ്പോൾ ക്ലബിന്റെ എൻട്രിയുടെ പൈസ, പിന്നെ അതിനകത്ത് കാണിക്കുന്ന ആഡംബരത്തിന്റെ പൈസ, അങ്ങനെയാണ് ചെലവായി പോവാറ്. അടുത്തതില്ലേ, ഡയമണ്ട് ഓർ ഗോൾഡ്, ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? രണ്ട് സാധനം പ്രിഫർ ചെയ്യില്ല, രണ്ടും വേണ്ട. അടുത്ത ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച്? എനിക്ക് ഉള്ളതാണോ ഉള്ളതിൽ എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളത് ഏതാണ്? ഇപ്പോഴും വാങ്ങിച്ചിട്ടില്ലാത്ത, ഫ്രണ്ട്സ് ഒന്നും വാങ്ങിച്ചു തരാത്ത? ഒഡിമ പീകയുടെ ഒരു കോപ്പി ഞാൻ വാങ്ങിച്ച് ഇട്ട്. എന്നിട്ട് അത് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹമാണ് ഈ സാധനം ഇടണം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഊരി അവന് കൊടുത്തു. ആ കോപ്പി ആയതുകൊണ്ട്, അല്ലെങ്കിൽ പുല്ല് തന്നെ കൊടുക്കും അവന്. അത് ശരി. ഉള്ളതാണെന്നുണ്ടെങ്കിൽ റോളക്സിന്റെ സബ്മറൈനർ. അടുത്തത് കഴിച്ചതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഫുഡ് ഐറ്റം? പൊറോട്ടയും ബീഫും.